ആര്യയുമായി സംവദിച്ച നിധി മറ്റൊരാളാണോ, അതോ നവീൻ തന്നെ വ്യാജ ID ഉപയോഗിച്ച് ചാറ്റ് ചെയ്തതാണോ? അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ ദുരൂഹമരണം അന്വേഷിക്കുന്ന പോലീസ് സംഘം ആദ്യം ചുരുളഴിക്കേണ്ടത് ഇക്കാര്യത്തിലാണ്. നവീന്റെ ലാപ്ടോപ്പിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരങ്ങളിൽ കോഡ് ഭാഷ ഉപയോഗിച്ച് ബന്ധപ്പെടൽ നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കോഡ് ഭാഷയുടെ ഉറവിടം എവിടെയാണ്? 3 പേരുടെയും ദുരൂഹമരണം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘമാകും ഇനി മുതൽ കേസ് അന്വേഷണം നടത്തുക. അന്യഗ്രഹ ജീവിതം സ്വപ്നം കണ്ടതടക്കം അന്വേഷണത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. തിരുവനന്തപുരം DCPയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ വട്ടിയൂർക്കാവ് SHO PS വിനോദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സൈബർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട്. നവീനിന്റെ ലാപ്ടോപ്പിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരങ്ങളിൽ കോഡ് ഭാഷ ഉപയോഗിച്ച് ചിലരുമായി ബന്ധപ്പെട്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ നവീൻ ചില സംഘങ്ങളുമായി ബന്ധപ്പെട്ടെന്നാണ് സംശയം. പ്രത്യേക സംഘങ്ങളുടെ ബാഹ്യ ഇടപെടലുകളും അന്വേഷണ പരിധിയിലുണ്ട്. മരണാനന്തര ജീവിതത്തിൽ മരിച്ച 3 ആകൃഷ്ടരാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മരിക്കാനായി സിറോ താഴ്വരയിലെ ഹോട്ടൽ തന്നെ തെരഞ്ഞെടുത്തതും പോലീസ് സംശയിക്കുന്നു. സിറോയ്ക്ക് സമീപം ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ടോ എന്ന് അന്വേഷണം നടത്തുകയാണ്. നവീനിന്റെയും ദേവിയുടെയും ആര്യയുടെയും മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് പരിശോധിക്കാനുള്ള സാധ്യതയും പോലീസ് തേടുന്നുണ്ട്. മരിക്കാൻ തെരഞ്ഞെടുത്ത ദിവസത്തെ കേന്ദ്രീകരിച്ചും പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.